ദണ്ഡറ്റവും മുറിക്കും വാളുവചനം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞി പൗലോസ്ലീഹ താൻ അനുഭവിച്ച ചില വേദനകളെയും ചില ഈഗോ ക്ലാഷിനെയും തനിക്കെതിരെയുള്ള ചില സംരംഭങ്ങളെയും അനുഭവിച്ചിട്ട് ഫിലിപ്പിയ ലേഖനം 1:19 ഒരു സന്ദേശം പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ദാനത്താലും, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ദാനത്താലും ഈ വേദന, ഈ ദുഃഖം, ഈ ധർമ്മസങ്കടം എനിക്ക് മോചനത്തിനായി പരിണമിക്കും. എൻ്റെ കണ്ണിന് മുമ്പിലുള്ള ഈ പ്രശ്നം ഇതെനിക്ക് മോചനമൊന്നുമല്ല, എനിക്ക് കണ്ണീര് തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. എങ്കിലും പൗലോസ്ലീഹ പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയാലും നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുവിൻ്റെ ആത്മാവിൻ്റെ ദാനത്താലും ദുരന്തമായ ഈ പ്രശ്നം, വേദനയായ ഈ കാര്യം, തകർച്ചയായ ഈ കാര്യം എനിക്ക് നന്മയായി, മോചനമായി പരിണമിക്കും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഈഗോ ക്ലാഷ്, ഒരു പ്രശ്നം, ഒരു ഭാരം നിന്റെ സ്നേഹിതരുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ദാനത്താലും നിനക്കൊരു മോചനത്തിന്, ഒരു ഇമാൻസിപ്പേഷന് കാരണമായി പരിണമിക്കട്ടെ. കർത്താവ് ഈ വേദന തന്നെ നിന്നെ മോചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ മഹത്വത്താൽ ഈ വചനത്തിന്റെ അത്ഭുത ശക്തി നിന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും വിമുക്തമാക്കുകയും ത്രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ പരിശുദ്ധ സ്നേഹം നിന്നെ മുദ്രയിടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.